കർമ്മത്തിനനുസരിച്ചല്ലേ അയാളുടെ ഭാവി രൂപപ്പെടുന്നത്? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അയാളുടെ അടുത്ത ജന്മം എന്താവണമെന്നും എങ്ങനെയാവണമെന്നും ഇതുവരെ അയാൾ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണെന്നല്ലേ അർത്ഥം. മുജ്ജന്മങ്ങളിലും ഈ ജന്മത്തിൽ ഇന്നിമിഷം വരെയും ചെയ്ത കർമ്മങ്ങളുടെ ഫലരൂപമാണ് ഇപ്പം അനുഭവിക്കുന്നതും ഇനി മേലിൽ അനുഭവിക്കാനുള്ളതും. സംശയമില്ല. ഇവിടെയാണ് സംശയം. എന്നാൽ മരിച്ചവർക്ക് ചെയ്യാറുള്ള പിതൃകർമ്മങ്ങൾ കൊണ്ട് അവർക്ക് സദ്ഗതി വരുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് മാത്രമല്ല, ഏതൊരു കർമ്മം ചെയ്താലും കർത്താവിനാണ് അതിന്റെ ഫലം കിട്ടുക എന്നും കേട്ടു. ഇവ മൂന്നും കൂടി എങ്ങനെ മനസ്സിലാക്കണം? ഇവിടെ വൈരുദ്ധ്യമൊന്നുമില്ല. ശരിക്കും ഒന്ന് വിചാരം ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. നല്ല സംശയമാണിത്. ഇവിടെ നോക്കൂ, പിതൃകർമ്മം ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ്. അതിന്റെ ഫലം പ്രാഥമികമായി ചെയ്യുന്ന കർത്താവിനു തന്നെയുള്ളതാണ്. ദേവകർമ്മം, പിതൃകർമ്മം, ഇതൊക്കെ അതിന്റെ പ്രാഥമിക ഫലം ചെയ്യുന്ന കർത്താവിന് തന്നെയാണ്. ഓരോ തലമുറയും ഈ വക കർമ്മങ്ങളെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമൂഹ വ്യവസ്ഥ നിലനിൽക്കുന്നത്. നോക്കൂ, ഒരു 8-9 വയസ്സുള്ളൊരു കുട്ടി കാണുന്നു. എന്ത്? തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അമ്മ എന്നോ മരിച്ചുപോയ അവരുടെ അച്ഛനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുത്തശ്ശനെ സംബന്ധിച്ച് സങ്കല്പപൂർവം ഒരു ദിവസം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിച്ച് പിറ്റേ ദിവസം കുളിച്ച് ശുദ്ധമായി സ്വയം അർദ്ധപക്വാന്നം പാകം ചെയ്ത് പിതൃക്കളെ സങ്കല്പിച്ച് ദാനം ചെയ്യുന്നത് കാണുന്നു. ഈ കുട്ടിക്കുള്ളിൽ ഒരു ബോധം ഉണ്ടാവില്ലേ? ഓ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ മുത്തശ്ശനെ മുത്തശ്ശി എത്രമാത്രം സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി എന്തൊരു ത്യാഗം അനുഭവിക്കുന്നു. ഈ ചിന്തയല്ലേ ഈ കുട്ടിയെ തൻ്റെ അച്ഛനിലേക്ക് അമ്മയിലേക്ക് പ്രേമപൂർവ്വം അടുപ്പിക്കുന്നത്. അപ്പൊ ഇത് ഓരോ തലമുറയും ഇത് ആചരിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അതുകൊണ്ട് ദൈവകർമ്മമായാലും പിതൃകർമ്മമായാലും ചെയ്യുന്ന കർത്താവിനാണ് അതിന്റെ ഫലം എന്നുള്ളത് മനസ്സിലാക്കുക. 2, നമ്മുടെ സമൂഹത്തിന്റെ ഘടന നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഋഷീശ്വരന്മാർ ഈ വകയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണവനാണ്, എനിക്ക് യാതൊരു പ്രതിബദ്ധതയും ഈ സമൂഹത്തോടില്ല, ഒരു കർത്തവ്യവും ആരോടുമില്ല എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കണതെങ്കിൽ പിന്നെ എങ്ങനെയാ സമാജം നിലനിൽക്കുക? അവിടെ എനിക്കൊരമ്മയുണ്ട്, എനിക്കൊരച്ഛനുണ്ട്, അവരോട് എനിക്ക് കർത്തവ്യമുണ്ട് എന്ന ബോധം ഓരോ വ്യക്തിയിലും എന്താ പറയേണ്ടത്, അങ്ങേയറ്റം രൂഢമായി നിലനിന്നാൽ മാത്രമേ സമാജം നിലനിൽക്കൂ. ഇത്തരം പിതൃകർമ്മങ്ങളൊക്കെ അങ്ങനെയുള്ള ബോധം വ്യാപിപ്പിക്കാൻ, ദൃഢീകരിക്കാൻ അത്യാവശ്യമാണ്. അപ്പോൾ ഒരാൾക്കൊരു സംശയം വരാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതിനനുസരിച്ച് ആ പിതൃജീവനെ സംബന്ധിച്ച് ഒന്നും സ്വാമി പരാമർശിച്ചില്ലല്ലോ. അപ്പൊ ഒരാള് ചെയ്യുന്ന കർമ്മം കൊണ്ട് ആ പിതൃജീവൻ ഒരു സ്വാധീനവും ഇല്ലെന്നാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വാധീനം ചെയ്യാം. എങ്ങനെയെന്നാൽ സ്നേഹം, ആദരവ് തുടങ്ങിയ ഭാവങ്ങളെ കൊണ്ട് തീർത്തും താദാത്മ്യം പ്രാപിച്ച 2 വ്യക്തികൾ, സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ തീർത്തും താദാത്മ്യമുള്ള 2 വ്യക്തികളെ എടുക്കുക. ഒരാളുടെ ചിന്തകള്, സങ്കല്പങ്ങൾ നിശ്ചയമായും മറ്റേയാളെ സ്വാധീനിക്കും, സംശയമില്ല. ഇതുപോലെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന സങ്കല്പത്തിൽ ദൃഢമായി ഞാൻ ചെയ്യുന്ന പിണ്ടങ്ങള് നിശ്ചയമായും അവരെ സ്വാധീനിക്കും, അതിലും സംശയമില്ല. അപ്പോ ചോദ്യം വീണ്ടും വരുന്നു, അപ്പോ അതിന്റെ പൂർവ്വ കർമ്മത്തിനനുസരിച്ചല്ലേ ആ പിതൃജീവന്റെ പുനർജന്മം ലഭിക്കുന്നത്? എന്റെ കർമ്മം അനുസരിച്ചല്ലല്ലോ. എന്റെ കർമ്മം അനുസരിച്ച് അതിന് പുനർജന്മം കിട്ടുന്ന ആരും പറഞ്ഞിട്ടില്ല. അച്ഛന്റെ അമ്മയുടെ ഗതിയിൽ ഒരു ദുർഗതി ഉണ്ടാവരുതേ. അവരിൽ കർമ്മദോഷം കൊണ്ടുണ്ടായ ദുസ്വാധീനങ്ങൾ എന്റെ സങ്കല്പത്തെ കൊണ്ട് ഇല്ലാതാവണമേ. എത്ര നല്ലൊരു സങ്കല്പമാത്, എത്ര നല്ലൊരു പ്രാർത്ഥനയാത്.
അല്ലാതെ ഞാൻ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അവർക്ക് ഉയർന്ന ജന്മം കൊടുക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. അങ്ങനൊരു ശാസ്ത്രത്തിലുമില്ല. അവർക്ക് ദുർഗതി ഉണ്ടാവരുതേ, ഇതാണ് സങ്കല്പം. അവർക്ക് സദ്ഗതി ഉണ്ടാവണേ. ആ ഒരു സങ്കല്പം, ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് പോവുക. ഇതോരോ തലമുറയും ആവർത്തിക്കുക. അഹങ്കാരത്തെ പൂർണ്ണമായും അതിജീവിക്കേണ്ടതാണോ എങ്കിൽ എങ്ങനെ? അന്ധകരണങ്ങൾ 4: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ അഹങ്കാരത്തെ പറ്റി ധാരണയില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് അയാൾ കുറച്ച് അഹങ്കാരിയാണെന്നൊക്കെ. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? ഈ അഹങ്കാരത്തെ പൂർണ്ണമായും അതിജീവിക്കേണ്ടതാണോ എങ്കിൽ എങ്ങനെ? നോക്കൂ, അന്ധകരണം 4 പറയാൻ 2 പറയാം. മനസ്സ്, ബുദ്ധി എന്ന് പറയാം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നും പറയാം. അതെങ്ങനെ 2 തരത്തിൽ പറയുക? എപ്പോഴാണോ മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത്, അപ്പോൾ അവയിൽ ബുദ്ധിയും മനസ്സും ചിത്തത്തെയും അഹങ്കാരത്തെയും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ചിത്തം മനസ്സിലും അഹങ്കാരം ബുദ്ധിയിലും. ഇനി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് 4 പറയാം. സങ്കല്പങ്ങളെ ചെയ്യുന്നത്, വികല്പങ്ങളെ ചെയ്യുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതാണോ ഇതാണോ, വേണോ വേണ്ടയോ, പോണോ പോണ്ടയോ, ഇങ്ങനെയുള്ളതൊക്കെ സങ്കല്പ വികല്പങ്ങളെ ചെയ്യുന്നത് മനസ്സ്. മനസ്സാണ് നേരിട്ട് 10 ഇന്ദ്രിയങ്ങളുമായും ബന്ധപ്പെടുന്നത്. ഇന്നതാണ്, ഇന്നതല്ല, പോകണം, പോകണ്ട എന്ന് നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധി മനസ്സുമായി ബന്ധപ്പെടുന്നു. മനസ്സിലുള്ള സങ്കല്പ വികല്പങ്ങളിൽ ഒന്നിനെയാണ് ബുദ്ധി നിശ്ചയിക്കുന്നത്. ബുദ്ധി നിശ്ചയിച്ചാലും മനസ്സ് സങ്കല്പ വികല്പങ്ങളെ ചെയ്താലും ആ സമയത്ത് അതിനെ ശേഖരിച്ചു വെക്കുന്ന ഒരു വൃത്തിയുണ്ട്. അതാണ് ചിത്തം. എത്ര പെട്ടെന്നാ ചിത്തം ശേഖരിച്ചു വെക്കുന്നേ? പെട്ടെന്ന് കഴിയും. സംസ്കാര രൂപത്തിലാ ശേഖരിച്ചു വെക്കുന്നത്. ഈ 3 പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഇതിന് 3നും സൂക്ഷ്മമായി ഞാൻ എന്നുള്ള ഒരു അധ്യവസായം, ഒരു ദൃഢത, ഒരു ദാർഢ്യം ഉണ്ടായിരിക്കണം. ഈ ഞാൻ എന്നുള്ള ദാർഢ്യത്തെ ചെയ്യുന്ന വൃത്തിയാണ് അഹങ്കാരം. ഇവ ചേർന്ന് പ്രവർത്തിക്കുന്നു. അവിടെയാണ് ചോദ്യം. പലരും അവൻ മഹാ അഹങ്കാരിയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ദുരഹങ്കാരി എന്നുള്ള അർത്ഥത്തിലാണ്. സമൂഹത്തിൽ അവൻ മഹാ അഹങ്കാരിയാണെന്ന് പറയുന്നത് ദുരഹങ്കാരി എന്നുള്ള അർത്ഥത്തിലാണ്. അത് സ്ഥൂല ശരീരത്തിന്റെ സവിശേഷതകളുമായോ അതുമായി ബന്ധപ്പെടുന്നവയുടെ സവിശേഷതകളുമായോ ബന്ധപ്പെടുത്തി തന്നെ മികച്ചും മറ്റുള്ളവരെ താഴ്ത്തിയും ഒക്കെ കാണുന്ന ചില സ്വഭാവ വിശേഷങ്ങള് ദുരഹങ്കാരം. അതാണ്. അത് നമ്മൾ അതിക്രമിച്ചേ മതിയാവും. ദുരഹങ്കാരത്തെ അതിക്രമിച്ചേ മതിയാവും. അതേസമയത്ത് അഹങ്കാരത്തെ അതിക്രമിക്കാൻ പറ്റില്ല. അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം എല്ലാവർക്കും ഉണ്ട്. അവന് അഹങ്കാരം ഇല്ല എന്ന് പറയരുത് ആരെക്കൊണ്ടും. എല്ലാവർക്കും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 ഉണ്ടാവണം. അത് ഒരിക്കലും ദുരഹങ്കാരമാവരുത്. അത് ശ്രദ്ധിക്കുക. ദുരഹങ്കാരം എന്നുള്ളത് സ്ഥൂല ശരീരവുമായോ അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളുമായോ താതാത്മ്യപ്പെട്ട് അത് തന്നെ താൻ എന്നുള്ളത് ചിന്തിക്കുക മാത്രമല്ല, അതിന്റെ പരിണാമം എന്നോണം തന്റെ കേമത്വം, താനേ കേമനുള്ളൂ, മറ്റുള്ളതൊക്കെ തനിക്ക് താഴെയാന്നുള്ളൊരു ഒരു വൃത്തിവിശേഷം, അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ. അപ്പൊ എന്തുണ്ടാവും? പൂജ്യരെ പൂജിക്കില്ല. അതാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കില്ല. ഞാനാണ് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവെന്ന് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രക്രിയകളും വരും. നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ്. ഇപ്പോൾ സർവ്വസാധാരണമായി ദേവീദേവന്മാരുടെ ഫോട്ടോകൾ കാണുന്നു ക്ഷണപത്രത്തിൽ. ക്ഷണപത്രത്തിൽ വെച്ചാൽ കല്യാണത്തിനൊക്കെ ഉള്ള ക്ഷണപത്രത്തിലാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കല്യാണം, പിന്നെ വീട്ടുകൂടല്, ഗൃഹപ്രവേശം, ഇതിനൊക്കെ ദേവീദേവന്മാരുടെ ഫോട്ടോകൾ കാണുന്നു. ഫോട്ടോ അല്ല, ചിത്രം. ഫോട്ടോ ഇല്ല. ഒരു ദേവീദേവന്റെ ഫോട്ടോ ആരും എടുത്തിട്ടില്ല. ചിത്രങ്ങൾ കാണുന്നു. ഇവ പിന്നീട് ചവറ്റുകൊട്ടയിൽ ഇടാറാണ് കാണുന്നത്. ഇത് നല്ല പ്രവണതയാണോ? ഒട്ടും നല്ല പ്രവണതയല്ല.
ചവറ്റുകൊട്ടയിലിടുന്നു, വായിച്ച റോഡിൽ വലിച്ചെറിയുന്നു, മറ്റവൻ വന്ന് ചവിട്ടുന്നു, കർക്കിച്ച് തുപ്പുന്നു. നല്ല പ്രവണതയല്ല, ഒരിക്കലുമല്ല. അപ്പൊ പിന്നെ എന്താ സ്വാമി ചെയ്യുക? ഒന്നുകിൽ ഇത് ദേവീദേവന്മാരുടെയൊക്കെ ഭദ്രമായി വെക്കുന്ന ഒരു സമ്പ്രദായം വേണം, അല്ലെങ്കിൽ കല്യാണക്കത്തിലും വീട്ടുകൂടലിന്റെ കത്തിലൊന്നും ഒക്കെ ഈ ദേവീദേവന്മാരെയൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഒന്ന് മോചിപ്പിക്കുക, ഒഴിവാക്കുക. മറ്റൊരു വൃത്തികേടാണ്, അതവിടെ കൊണ്ടിടും, ചവിട്ടും. ഇതുപോലെ തന്നെയാണ് പല പരിപാടികളുടെ നോട്ടീസുകളിൽ നമ്മൾ മഹാത്മാക്കളുടെ ചിത്രങ്ങൾ അച്ചടിക്കും. പല പരിപാടികളുടെ നോട്ടീസ് അച്ചടിക്കുമ്പോൾ അതിൽ മഹാത്മാക്കളുടെ ഫോട്ടോ വയ്ക്കും. അങ്ങനെ വലിച്ചെറിയും, മറ്റോ കൊണ്ടുപോയി ചവിട്ടും, മറ്റോ കൊണ്ടുപോയി തുപ്പും, വേറെ കൊണ്ടുപോയി ചവിറ്റുകോട്ടയിലിടും. എന്താ അതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു സങ്കല്പം അതിലുണ്ട്, ഒരു സങ്കല്പത്തിന്റെ ധ്വംസനം അവിടെ നടക്കുന്നുണ്ട്. ഉചിതം പോലെ ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇതിനത്രയൊക്കെ വില ഉള്ളൂ പറഞ്ഞാൽ വിരോധമൊന്നുമില്ല, അവിടെ വെച്ചോളൂ. എന്നാലും ഒരു സുഖം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ അഭിപ്രായത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ട്. അതുകൊണ്ട് ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് വലിച്ചെറിയ ഒരു സുഖം പോരാ. പിന്നെ എടുത്തു വെച്ചാൽ സ്വാമി വീട്ടിൽ എന്താവും സ്ഥിതി? നിരവധി കല്യാണക്കാത്തൊക്കെ കിട്ടി ഇങ്ങനെ എടുത്തു വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനല്ലേ ഇടം ഉണ്ടാവുള്ളൂ. അതിനൊരിടം വെക്കാന്നേ. അത് വയ്യ എന്നാണെങ്കിൽ നല്ല ഉപേക്ഷിക്കുക ഈ പരിപാടി. ഇതുപോലെ തന്നെയാണ് ഈ അക്ഷരം അച്ചടിച്ചിട്ടുള്ളത് ചവിട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. മറ്റേ നമ്മൾ അച്ചടിച്ചൊരു കടലാസ് ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കുകയായിരുന്നു, കാരണം സരസ്വതിയാണത്. ഇന്നിപ്പോ ചവിട്ടാനിടുന്നുണ്ട് കടലാസ്, ഇല്ല ഉണ്ട്. വീട്ടിൽ സിമെന്റ് തേച്ചു, അല്ലെങ്കിൽ ഇപ്പൊ സിമെന്റൊക്കെ പല്ലാണ്ടായി, എന്തെങ്കിലും സാധനം നിലത്ത് ഉപയോഗിച്ചു, എന്നിട്ട് ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, എടേ നീ നിലം നന്നാക്കി ചവിട്ടാനല്ലേ, അതെ കേട് വരണ്ട സ്വാമി, എന്നൊരു കടലാസാട്ടത്. വാഹനങ്ങളൊക്കെ സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കാണാം അവിടെ എഴുതിയിട്ടുള്ളത്. നാളൊരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ ഒരു കുട്ടി ചെരുപ്പഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെരുപ്പിൽ എ മുതൽ അങ്ങോട്ട് അക്ഷരങ്ങളൊക്കെ ഉണ്ട്, ABCDEFGH ഒക്കെ ഉണ്ട് ഒരു ചെരുപ്പിൽ. നമ്മൾ ഈ ചെരുപ്പൊന്ന് മാറ്റി വെച്ചു. ഇതിനെ മാറ്റി വെച്ചത് ആ കുട്ടി ആരാന്ന് കാണാൻ വേണ്ടിയിട്ട്. പരിപാടി കഴിഞ്ഞു, ഈ കുട്ടി അവിടെ ചെരുപ്പ് നോക്കുന്നുണ്ട്. സ്വാമി എൻ്റെ ചെരുപ്പ് എവിടെ? അത് ഞാൻ മാറ്റി വെച്ചതാ. എവിടെ? ഇതിങ്ങനെ എഴുത്ത് ചവിട്ടി ശീലിക്കരുത് മോളെ. ഇതിനെ ഈ എഴുത്ത് ചവിട്ടി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സരസ്വതിയെ ചവിട്ടുന്നു എന്നുള്ളതിനൊരു മടിയുണ്ടാവില്ല. ചിന്തിക്കുക, വേണ്ടത് സ്വീകരിക്കുക, വേണ്ടാത്തത് തള്ളിക്കളയുക.